കുട്ടികള് യുവതലമുറയൊക്കെ ഏറ്റവും കൂടുതൽ വഴിപിടിച്ചു പോവുക ഈ മൊബൈലിന്റെ ദുരുപയോഗത്താല്, ഇന്റർനെറ്റിന്റെ ആവശ്യമില്ലാത്ത സൈറ്റുകളിലൂടെയുള്ള പ്രയാണത്താലൊക്കെ പിശാചിന്റെ പിണിയാളുകളാണ് പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും വഴി മാറുമ്പോ ഈശോയ്ക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമ്മൾ പൂർണ്ണമായി നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ പിശാചിന് പണയം വെച്ചു കൊടുത്തു കഴിയുമ്പോൾ ദൈവത്തിന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വചനം പറയുക, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. പാപത്തിൻ്റെതായ ചില മേഖലകളെ കടന്നുപോയി കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തന്നെ മനസ്സിലാകുകയില്ല ഞാൻ തന്നെയാണോ ഈ പാപം ചെയ്തതെന്ന്. ആ പാപകരമായ കാര്യങ്ങൾ ഏർപ്പെടുന്ന നിമിഷം കഴിയുമ്പോൾ മനസാക്ഷിയുടെ ദൈവത്തിന്റെ ശബ്ദം വരുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മള് കുമ്പസാരക്കൂടിലേക്ക് കൂടും പാപം എന്ന് പറയാൻ. പക്ഷേ വീണ്ടും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പോൾ വീണ്ടും നമ്മള് അതേ പാപം തന്നെ നമ്മൾ ചെയ്യുന്നു, വീണ്ടും നമ്മൾ കുമ്പസാരിക്കും. ഇങ്ങനെ പാപം ചെയ്യുക, കുമ്പസാരിക്കുക, പാപം ചെയ്യുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള വിടുതല്, അനുഗ്രഹം, പാപവചനം പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്നില്ല. കാരണം വീണ്ടും വീണ്ടും പാപം ചെയ്ത് അതേ പാപങ്ങൾ ചെയ്ത് വീണ്ടും കുമ്പസാരിക്കുമ്പോ പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു പറഞ്ഞ കരുണാമന യേശുവിനെ, ദൈവത്തെ നമ്മൾ പ്രിയപ്പെട്ടവരെ പരീക്ഷിക്കുകയാണ്. വീണ്ടും വീണ്ടും ഞാൻ പാപം ചെയ്യും, വീണ്ടും വീണ്ടും കുമ്പസാരിക്കും. എന്റെ ശരീരത്തിനോ മനസ്സിനോ ഒരു നിറവ് കിട്ടുന്നില്ല. ദൈവത്തിന് എന്നിലോ നിങ്ങളോ പ്രിയപ്പെട്ടവരെ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വചനം പറയുക, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ചെയ്യുന്നത്, മറിച്ച് ആരാണ് ചെയ്യുന്നത്? എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ് ആര്? പിശാച്. എന്റെ മനസ്സും ശരീരവും പിശാചിന് ഞാൻ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഞാനൊന്നും ചെയ്യണ്ട, ഞാനത് നിന്ന് കൊടുത്താൽ മതി, എല്ലാം പിശാച് ചെയ്തുകൊള്ളും. എന്റെ മൊബൈൽ ഫോണാകട്ടെ, എന്റെ കമ്പ്യൂട്ടർ ആകട്ടെ, എന്റെ ശരീരമാകട്ടെ, എല്ലാം ഞാൻ പാപത്തിൻ്റെതായ ഒരു മേഖലയിലേക്ക് ഒന്നൊന്ന് വിട്ടുകൊടുത്താൽ മതി, ഒന്നൊന്ന് ചെറുതായിട്ട് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം പിശാച് എല്ലാ കാര്യങ്ങളും പ്ലാനും പദ്ധതി അനുസരിച്ച് പൂർത്തീകരിച്ചോളും. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഒന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. വീണ്ടും അവിടെ നിന്ന് പറയുന്നു, എന്നിൽ, അതായത് എന്റെ ശരീരത്തില് നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, പക്ഷെ പ്രവർത്തിക്കാനാണ് എനിക്ക് സാധിക്കുന്നില്ല. വചനം കേൾക്കുമ്പോ, ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോ, ആരാധനയിൽ പങ്കെടുക്കുമ്പോ, വചനപ്രഭാഷണം പറയുന്ന കേട്ടോ നമ്മൾ ചിന്തിക്കും, എന്റെ ജീവിതം ഇന്നു മുതൽ എനിക്ക് ക്രമപ്പെടുത്തണം, വിശുദ്ധിയാർന്ന ഒരു ജീവിതം എന്റെ ആത്മീയ ജീവിതത്തിൽ എന്റെ ശരീരത്തിലേക്ക് ഉണ്ടാകും നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ആ വിശുദ്ധിയിലേക്ക് കടന്നു വരാനായിട്ട് മനസ്സാഗ്രഹിച്ചാലും ആരും സമ്മതിക്കുന്നില്ല. പിശാച് മുഴുവനോട് ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം സമ്മതിക്കുന്നില്ല. അത് വീണ്ടും വചനം പറയുന്നു, ഞാൻ എന്റെ മനസ്സുകൊണ്ട് ദൈവത്തിന്റെ നിയമത്തെ സേവിക്കുന്നു, എന്റെ ശരീരം കൊണ്ട് പാപത്തിന്റെ നിയമത്തെ. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഉണർവോടെ ഹല്ലേലൂയ. ഞാൻ എന്റെ മനസ്സുകൊണ്ട് ദൈവത്തിന്റെ നിയമത്തെയാണ് സേവിക്കുന്നത്. എന്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വിശുദ്ധമാർന്ന വിശുദ്ധിയുള്ള പരിശുദ്ധ ജീവിതം വേണം. പക്ഷേ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എന്തുകൊണ്ടാണ് എന്റെ ശരീരം കൊണ്ട് ഞാൻ എല്ലാ പാപങ്ങളും കാട്ടിക്കൂട്ടിയിട്ട് ദൈവത്തിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ പരിപൂർണമായ മനസ്താപത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക്, അനുതാപത്തിലേക്ക് കടന്നു വരാൻ പ്രിയപ്പെട്ടവരെ സാധിക്കുന്നില്ലെങ്കിൽ തുടരെ തുടരെ പാപങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടിയിട്ട് യാന്ത്രികമായിട്ട് വിശുദ്ധ കുമ്പസാരത്തെ നമ്മൾ സമീപിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ പാപമോചനം ലഭിക്കുന്നത് മാത്രമല്ല, ദൈവത്തെ നമ്മൾ പ്രിയപ്പെട്ടവരെ പരീക്ഷിക്കണം. അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ പാപത്തെ വെറുക്കുന്നുണ്ടെങ്കിലും ഞാൻ പാപിയെ സ്നേഹിക്കുന്നു. നമ്മുടെ ആ കുറവുള്ള മേഖല ശരീരത്തിന്റെ ആകാം, മനസ്സിന്റെ ആകാം, ദർശനത്തിന്റെ ആകാം, സ്പർശനത്തിന്റെ ആകാം, ഏത് മേഖലയാണോ എന്നില് പാപകരമായ ചിന്തകൾ ഉളവാക്കുന്നത്, ഏത് മേഖലയിലാണോ പാപത്തിലേക്ക് എന്നെ പിശാച് സ്ഥിരമായിട്ട് പ്രലോഭിപ്പിക്കുന്നത്, ആ മേഖലയെ ദിവ്യകാരുണ്യേശുവിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പറയുക, എന്റെ ശരീരത്തെ, എന്റെ അവയവങ്ങളെ, എന്റെ ശരീരത്തെ, മനസ്സിനെ പൂർണ്ണമായിട്ട് ഞാൻ നിനക്ക് വിട്ടുതരുന്നു. നിന്റെ ദിവ്യകാരുണ്യ ശക്തിയാല്, നിന്റെ പരിസ്ഥാത്മ ശക്തിയാല് എന്നിലേക്ക് കടന്നു വരണമെന്ന് അനുതാപത്തോട് പ്രാർത്ഥിക്കുമ്പോ വീണ്ടും വിശുദ്ധ സെന്റ് അലോഷ്യസ് പറഞ്ഞതുപോലെ പാപകരമായ ചിന്തകളുണ്ടാകുമ്പോ ക്രൂശിലേക്ക് നോക്കുമ്പോ ആ പാപകരമായ സാഹചര്യത്തിൽ വഴുതി മാറാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും ദൈവത്തിന്റെ ശക്തിയാൽ അതിന് നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ നോയമ്പ് അനുഷ്ഠിക്കുക. നമുക്കറിയാം, യേശുവിന്റെ പീഡാസനത്തിന്റെ ഓർമ്മയുണർത്തുന്ന ആ ഒരു വേളയ്ക്ക് മുമ്പായിട്ട് നമ്മൾ 50 നോയമ്പിന് ആചരിക്കുകയാണ്. ഈ 50 നോയമ്പ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ആചരിക്കുക? നമ്മുടെ ജീവിതത്തെ ഒന്ന് പിടിച്ചു നിർത്തുവാന്,
ചില ഭക്ഷണങ്ങളോട് ഇഷ്ടമുള്ള ചില ഭക്ഷണങ്ങളൊക്കെ മനഃപൂർവ്വം നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു. നമ്മുടെ ചില ആഘോഷങ്ങള്, ചില സന്തോഷിക്കുന്ന അവസരങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിന് വേണ്ടി. കാരണം ഈ സുഖങ്ങളും സന്തോഷങ്ങളും സുഭിക്ഷമായ ഭക്ഷണവും ഒക്കെ ദൈവം നൽകിയെങ്കിൽ മാത്രമേ എനിക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഒരു ദൈവത്തിന് വേണ്ടി ഒരു ചെറിയ ത്യാഗം ഞാൻ അനുഭവിക്കുകയാണ് ഈ നോയമ്പിലൂടെയും അനുഷ്ഠാനത്തിലൂടെയും. എന്നാ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ മറ്റു മനസ്സരായ സഹോദരങ്ങള്, ശബരിമലയ്ക്ക് പോകുന്നതായ ഹൈന്ദവ സഹോദരങ്ങള് ഏറിയ ഗുണം ആ നോയമ്പ് വളരെ കൃത്യമായിട്ട് ആചരിക്കുന്നവരാണ്. റംസാന് മുമ്പായി നോയമ്പ് ആചരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളിൽ ബഹുഭൂരിപക്ഷവും എന്നല്ല എല്ലാവരും തന്നെ വളരെ കൃത്യമായി അവരുടെ മാമൂലനുസരിച്ച്, ആചാരമനുസരിച്ച്, അനുഷ്ഠാനമനുസരിച്ച് നോമ്പ് അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശു സാക്ഷികളായ പ്രിയപ്പെട്ടവരായ എനിക്കും നിങ്ങൾക്കും പൂർണ്ണമായ അർത്ഥത്തില് നോയമ്പ് അനുഷ്ഠിക്കാനായിട്ട് സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഈ നോയമ്പുകളൊക്കെ സഭ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും പാപത്തിനെതിരെ, പിശാചിനെതിരെ നമ്മുടെ മനസ്സുകളെ ഒരുക്കുവാനും നമ്മുടെ ശരീരത്തിന് ഒരു ബലം നൽകുവാനും ആത്മബലം നൽകുവാനും വേണ്ടിയാണ്. നമുക്കറിയാം, മരുഭൂമിയിൽ ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച മോശയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. തന്റെ പരസ്യ ജീവിതത്തിന് ഉണ്ടായിട്ട് യേശു മരുഭൂമിയില് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ ഉപവാസ പ്രാർത്ഥനയുടെ ഫലമാണ് യേശുവിന്റെ പരസ്യ ജീവിതത്തിൽ മൊത്തം കിട്ടുന്നതായ അനുഗ്രഹങ്ങള്, അഭിഷേകങ്ങള്, അടയാളങ്ങളും. ദൈവത്തിന്റെ പുത്രനായിരുന്നിട്ടും പിതാവായ ദൈവത്തിന്റെ മുന്നില് തന്റെ കരങ്ങൾ നീട്ടിക്കൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയ്ക്ക് പിശാചിന്റെ പരീക്ഷകളെ വളരെ സമർത്ഥമായിട്ട് നേരിടുവാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും പിശാചിന്റെ പാപത്തിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോ അവയെ എതിരിടാനായിട്ട് സാധിക്കാതെ വരുന്നത് നോയമ്പിന്റെ ത്യാഗത്തിന്റെ ചില അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇല്ലാത്തതാണ്. എങ്ങനെയായിരിക്കണം നോമ്പ് അനുഷ്ഠിക്കേണ്ടത്, എങ്ങനെയാണ് ഉപവസിക്കേണ്ടതെന്നും വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും വചനം പറയുന്നൊരു കാര്യമുണ്ട്. നോയമ്പ് കൃത്യമായിട്ട് ആചരിക്കാതെ, കൃത്യമായിട്ട് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാതെ, ചില അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മാത്രം ദേവാലയത്തിൽ കടന്നു വരികയും ചില നേർച്ചകളൊക്കെ കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കും. നമ്മുടെയൊക്കെ ഒരുപക്ഷെ നമ്മുടെ പള്ളികളിലൊക്കെ പൊതുയോഗങ്ങളും കൂടുമ്പോൾ നമ്മുടെയൊക്കെ പേരുകളോടെ വളരെ വലുതായിട്ട് പറയുന്നുണ്ടാവും. പക്ഷെ ആത്മീയമായ ജീവിതത്തില് യഥാർത്ഥത്തിൽ നോമ്പ് അനുഷ്ഠിക്കുകയും യഥാർത്ഥത്തിൽ ഉപവസിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിന് മുന്നിൽ നമ്മൾ നീതീകരിക്കപ്പെടാതെ പോകും. വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഈ ദൈവം ചോദിക്കുകയാണ് യെശയ്യാ പ്രവാചകനിലൂടെ, ചില അനുഷ്ഠാനങ്ങളിൽ മാത്രം ഊറ്റം കൊള്ളുന്ന എന്നെ നിങ്ങളെ നോക്കി യഹോവയായി ദൈവം ചോദിക്കുന്നുണ്ട്, വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. ഹല്ലേലൂയ. നോയമ്പ് അനുഷ്ഠിക്കാത്ത, ഉപവസിക്കാത്ത, പ്രാർത്ഥിക്കാത്ത, ബൈബിൾ വായിക്കാത്ത, ജപമാല ചൊല്ലാത്ത, ഞായറാഴ്ച ആചരണം പോലും പരിപൂർണമായി വിശുദ്ധോട് നടത്താത്ത നമ്മൾ ചെയ്യുന്ന ചില ആചാര അനുഷ്ഠാനങ്ങളൊന്നും ദൈവത്തിന് മുന്നിൽ പ്രിയപ്പെട്ടവരെ പ്രേരികരമാകുന്നില്ല. അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് ഭാരമായി തീർന്നിരിക്കുന്നു, അവർ ഉത്സവമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോ ഞാൻ എന്റെ മുഖം മറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരിയേറെ ധ്യാനങ്ങൾക്ക് പോയി, ഒത്തിരിയേറെ പ്രാർത്ഥനകൾക്ക് പോയി എല്ലാവരും, പക്ഷേ ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല. എപ്പോഴും സങ്കടത്തിന്റെ, നൊമ്പരത്തിന്റെ അവസ്ഥകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ അനുഷ്ഠാനങ്ങളൊക്കെ എത്രത്തോളം തികവുള്ളതാണ്, വചനത്തോടുകൂടി ചേർന്ന് നിൽക്കുന്ന ആചരണങ്ങളാണോ അല്ലയോ? ഒരുപക്ഷെ നമ്മൾ ഈ ജാഗരണത്തിൽ ഇവിടെ ആയിരിക്കും പോലും നമ്മുടെ മനസ്സിൽ മറ്റു പലവരും വിചാരങ്ങളും ആശയോടെ കടന്നു പോകാം. പക്ഷേ ഇവിടെ ആയിരിക്കുന്ന അവസരങ്ങളിൽ പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ട് പ്രിയപ്പെട്ടവർ എനിക്ക് നിങ്ങൾ സാധിക്കണം. വചനം പറയുന്ന രീതിയിൽ, സഭ പഠിപ്പിക്കുന്ന രീതിയിൽ എന്റെയും നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തണം. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകള് ദൈവം സ്വീകരിക്കുകയില്ല. അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകൾ നേരെ ഞാൻ എന്റെ മുഖം മറയ്ക്കും. ഹല്ലേലൂയ. വീണ്ടും അവിടുന്ന് പറയുന്നു, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വിടുതലിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഓരോ മകളും അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, കഴുകി വിശുദ്ധീകരിക്കുക. നിന്റെ ശരീരത്തെ, നിന്റെ മനസ്സിനെ, നിന്റെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ,
പാപത്തിന്റെ മ്ലേച്ഛതയുടെ ആസക്തിയുടെ ചെളിവരണ്ട ജീവിതങ്ങളും മനസ്സുകളുമായിട്ട് ഈ ആലയത്തില് ഒന്നല്ല രണ്ടല്ല 360 ദിവസവും 24 മണിക്കൂറും ഭജന വരുന്നാലും പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് എന്റെയും നിങ്ങളുടെ ജീവിതത്തില് ഇടപെടാനായിട്ട് സാധിക്കുകയില്ല. ഇനി ഞാൻ പറയുന്നില്ല, വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അവിടുന്ന് പറയും, നിങ്ങളുടെ ആചരണങ്ങളെ, നോയമ്പുകളെ, പ്രാർത്ഥനകളെ ഞാൻ വെറുക്കുന്നു. നിങ്ങൾ കാര്യങ്ങൾ ഉയർത്തുമ്പോ എന്റെ മുഖം ഞാന് നിങ്ങൾ തിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മനസ്സുകളിലേക്ക് വരാം, നമ്മുടെ കൂട്ടായ്മ കടന്നു വരാം. നമ്മുടെ പ്രാർത്ഥനകള്, നോയമ്പുകളൊക്കെ ഈശോയ്ക്ക് പൂർണ്ണമായിട്ടും സ്വീകരിക്കാവുന്ന ബലികളാണോ? നമുക്കറിയാം, കായീനും ആബേലും ബലികൾ കൊടുത്തു. ആബേലിന് പൂർണ്ണതയും ബലി കൊടുത്തപ്പോ യഹോവയായ ദൈവം സ്വീകരിക്കും. എന്നാൽ കായൻ കൊടുത്തത് എങ്ങനെയുള്ള ബലിയായിരുന്നു? അപൂർണമായ ബലി. സ്വന്തം സഹോദരനോടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് ബലി കൊടുത്തപ്പോ ദൈവത്തിന് സ്വീകരിക്കാനായി സാധിക്കുന്നില്ല. അതിന്റെ പകരമായിട്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിക്താനുഭവം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പൂർണ്ണമായ അനുതാപത്തോടുകൂടും വിശുദ്ധിയോടുകൂടും മാനസാന്തരം കൂടി ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുന്നില്ല എങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സാമീപ്യം വഴിയായിട്ട്, പെരുമാറ്റം വഴിയായിട്ട് ദൈവത്തിന്റെ വിശുദ്ധിക്ക് നമ്മൾ കോട്ടം വരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ശിക്ഷാവിധിക്ക് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ വിധിക്കപ്പെട്ടു പോകും. ഇത് വചനം പഠിപ്പിക്കുന്ന കാര്യമാണ്. അവിടുന്ന് അരുളി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധിയാക്കുവിൻ, നന്മ പ്രവർത്തിക്കുവാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. കഴിഞ്ഞ കാലങ്ങളിൽ എത്രമാത്രം വലിയ പാപത്തിന്റെ മ്ലേച്ഛതയുടെ അന്ധകാരത്തിലായിരുന്നെങ്കിലും അവിടുന്ന് പറയുന്നുണ്ട്, ഈ നിമിഷം നീ ഈ വചനം ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ വചനത്തിന്റെ പൊരുൾ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്നിലേക്ക് തിരിച്ചു വരിക, നമുക്ക് രമ്യപ്പെടാം. ജീവിതകാലം മുഴുവൻ ശത്രുതയിലായിരിക്കുന്ന, നിങ്ങൾ എല്ലാ കാലവും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല, സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന, കാരുണ്യം ചൊരിയുന്ന സ്നേഹിതരിയായ ഒരു പൊന്നു തമ്പുരാനാണ് നമ്മുടെ. അവിടുന്ന് പറയുന്നു, വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. നിങ്ങളുടെ പാപങ്ങള് കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞ പോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പളി പോലെ വെളുക്കും. പ്രിയപ്പെട്ടവരെ, എന്റെ നിങ്ങളുടെയും പാപത്തിന്റെ ഫാണ്ടപുട്ടകള് ചുവന്ന കടുചുവപ്പണ നിറത്തിലുള്ളതാണെങ്കിൽ അവിടുത്തെ വിശുദ്ധിയാല്, അവിടുത്തെ അനുഗ്രഹത്താൽ അവയൊക്കെ മഞ്ഞ് പോലെ തോന്മയാക്കി അവിടെ നമുക്ക് ആക്കി തരും. അവിടുന്ന് പറയുന്നു, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യമാസറി. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് ദൈവം ഈ ജാഗരണ പ്രാർത്ഥനയില്, ഈ വേളയില് വചനത്തോട് പ്രിയപ്പെട്ടവരെ എന്നോടും നിങ്ങളോടും ഒരുപോലെ പറയുന്ന കാര്യമാണ്. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, വാളിനിരയായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരിച്ചാൽ ദൈവത്തെ, സഭയെ, സഭാപിതാക്കന്മാരെ, നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതം ഈ നിമിഷം നമ്മള് ദൈവികാരുണ്യനാഥന്റെ മുന്നില്, പരിസമ്മയുടെ മുന്നില് പൂർണ്ണമായിട്ട് അടിയറവ് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ടും വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഈ നിമിഷം ഐശ്വര്യത്തിലേക്ക് ഞാൻ നിങ്ങൾ കടന്നിലും പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ പാപത്തിന്റെ, സ്വന്തം ഇഷ്ടത്തിന്റെ, തന്നിഷ്ടത്തിന്റെ, ധിക്കാരത്തിന്റെ, കോപത്തിന്റെ, ക്ഷമയില്ലായ്മയുടെ, സ്നേഹമില്ലായ്മയുടെ പാപകരമായ വഴികൾ മാത്രം ഞാൻ നിങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഏതെങ്കിലും ദിവസങ്ങള് ഏതെങ്കിലും ആലയത്തിലെത്തി എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് ഐശ്വര്യം ലഭിക്കില്ല. മറിച്ച് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വാളിനിരയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ആമോസ് പ്രവാചകനിലൂടെയും ദൈവം ഇതേ കാര്യം തന്നെ വളരെ വ്യക്തമായിട്ട് അരുളി ചെയ്യുകയാണ്. നിങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല. സമാധാന ബലിയായി നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത മൃഗങ്ങളെ ഞാൻ നോക്കിയില്ല. നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കേണ്ട, നിങ്ങളുടെ വീണാനാദം ഞാൻ ശ്രദ്ധിക്കുകയില്ല. ഹല്ലേലൂയ. എന്റെ മനസ്സിനെ, എന്റെ ശരീരത്തെ യേശുവിന് ഇഷ്ടമുള്ളതാക്കി ഞാൻ രൂപപ്പെടുത്താതെ, എന്റെ ജീവിതശൈലികള്, എന്റെ പ്രവർത്തനങ്ങള് എന്റെ യേശുവിന് ഇഷ്ടമുള്ളതാക്കി ഞാൻ മാറ്റുന്നില്ലെങ്കിൽ ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചാലും അതര വ്യായാമം ചെയ്താലും പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിൽ ഒരു നേട്ടവും ലഭിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നു, ഞാനിവിടെ വചനം പ്രഘോഷിക്കുന്നു. ഈ വചന പ്രഘോഷണം കഴിഞ്ഞ് ഞാനിവിടെ നിന്നും ഈ മതിൽക്കെട്ടിന് വെളിയിൽ പോകുമ്പോ എന്റെ ജീവിതം പാപത്തിന്റെ, മോഹത്തിന്റെ, പിശാചിന് വേണ്ടി വിട്ടുകൊടുത്തുള്ള ജീവിതമാണെങ്കിൽ തീർച്ചയായും ഈ വചനം പറഞ്ഞെന്ന പേര് ഞാൻ രക്ഷിക്കപ്പെടുകയാണ്. മറിച്ച് വാളിനിരയായിത്തീരും പ്രിയപ്പെട്ടവരെ. കാരണം ദൈവത്തെ പരീക്ഷിക്കുന്നവർക്കുള്ളതല്ല, മറിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് അവരെ പിന്തുടരുന്നവർക്കുള്ള അനുഗ്രഹം. അതുകൊണ്ടാണ് വചനം പറയുക, സത്യം ഒരിക്കലും പറ്റാതെ നെരിച്ചാൽ പോലെയും നീതി ജലം പോലെയും ഒഴുകട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അവിടുന്ന് പറയുന്നു എപ്രകാരമാണ് നമ്മൾ ഉപവസിക്കേണ്ടത്. ഈ നോയമ്പിന്റെ ദിവസങ്ങളിൽ ഉപവസിക്കാൻ നമുക്ക് സാധിക്കണം. ഉപവസിക്കുക എന്ന് പറയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ 2 നേരത്തെ ഭക്ഷണം, ഒരിക്കലൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ഭക്ഷണം വേണ്ടാന്ന് വെക്കുക മാത്രമല്ല, ഉപവസിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം കൂടെ വസിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഉപവസിക്കുമ്പോൾ TV കണ്ടുകൊണ്ട് വിശപ്പിന്റെ ആ വിളി അറിയാതിരിക്കാൻ TV കണ്ടുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുത്ത് ഇഷ്ടമുള്ളവരോട് വളരെ വാചാലമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ചീട്ട് കളിക്കുകയോ അല്ലെങ്കിൽ മറ്റ് വിനോദങ്ങൾ ഏർപ്പെടുകയോ ചെയ്യുകയല്ല ദൈവം ആഗ്രഹിക്കുക. നീ ഉപവസിക്കുമ്പോ നീ കൂടെ ആയിരിക്കണം. ആരുടെ കൂടെ? ദൈവത്തിന്റെ കൂടെ. നീ ഉപവസിക്കുമ്പോ നീ ദൈവത്തിനോടൊപ്പം പ്രാർത്ഥനയില്, ധ്യാനത്തില്, ആരാധനയില്, അനുഷ്ഠാനത്തിലായിരിക്കണം. എങ്കിൽ മാത്രമേ നിന്റെ ഈ ഉപവാസം കൊണ്ട് പ്രയോജനമുള്ളൂ. വീണ്ടും നീ ഉപവസിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം, എന്റെ വീട്ടിൽ 5 പേരുണ്ട്, ഈ 5 പേര് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ ഒരു ലാഭം കിട്ടുന്ന രീതിയിൽ ഉപവാസത്തെ പോലും ഒരു ലാഭക്കച്ചവടമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റി. ഞാനും നിങ്ങൾ ഉപവസിക്കുന്നുണ്ടെങ്കിൽ ആ നേരത്തെ ഭക്ഷണം ഏറ്റവും അർഹനായ ഒരു വ്യക്തിക്ക് കൊടുക്കുവാന്, സമൂഹത്തിലെ ഏറ്റവും അശരണായ ഒരു വ്യക്തിക്ക് കൊടുക്കുവാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അതിനൊരു വിഷയം സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ ഭക്ഷണം കഴിക്കാത്ത നേരങ്ങളിലെ ഭക്ഷണത്തിൻ്റെയുള്ള ഒരു തുക കണക്കാക്കി പള്ളിക്ക് കൊടുക്കുവാന്, സഭയ്ക്ക് കൊടുക്കുവാന്, ധ്യാനകേന്ദ്രങ്ങൾക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. എങ്കിൽ മാത്രമേ നമ്മുടെ ഉപവാസത്തിന് വിലയിൽ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. വിശക്കുന്നതിനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഒളിപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. ഞാനെന്ന് പറയുന്നത് ആരാണ്? ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം എന്ന് പറയുന്നത് ഇതാണ്. വിശക്കുന്നതിനുമായി ആഹാരം പങ്കുവെക്കണം, ഭവനരഹിതനെ വീട്ടിൽ വരുത്തണം, നഗ്നനെ ഒളിപ്പിക്കണം, സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കണം. ഈ നോയമ്പിന്റെ നാളുകളിൽ ആരോടെങ്കിലുമുള്ള സ്പർദ്ധ, ദേഷ്യം എന്റെ നിങ്ങളുടെയും പ്രിയപ്പെട്ടവരെ മനസ്സിലുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാന്, അവർക്കൂടെ പ്രാർത്ഥിക്കുവാന്, അവരെ കൂടി ആരാധനയെ കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നോവുന്നവന്റെ നൊമ്പരം മനസ്സിലാക്കാത്ത, ദുർബലന്റെ കണ്ണീര് കാണാത്ത, ഒരുത്തിനും ആവശ്യമുള്ളതെന്ന് കൊടുക്കാത്ത ഒരു നോയമ്പും ഒരു മാസവും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജോബ് ദൈവത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ജോബ് പറയുന്നു, വസ്ത്രമില്ലാതെയോ പുതുപ്പില്ലാതെയോ ആരെങ്കിലും നശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ. അങ്ങനെയില്ലെന്ന് ജോബിനെ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ജോബ് പറയുന്നത്, വസ്ത്രമില്ലാതെയോ പുതുപ്പില്ലാതെയോ ആരെങ്കിലും നശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവന്റെ അനുഗ്രഹം എനിക്ക് ലഭിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പുതുപ്പില്ലാതെയോ വസ്ത്രമില്ലാതെയോ നാം കാണുന്നുണ്ടെങ്കിൽ അവർക്കത് കൊടുത്താൽ അത് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഒരു അനുഗ്രഹമായിട്ട് തീരും. എന്റെ ആടുകളുടെ രോമം അവന് ചൂട് പകർന്നില്ലെങ്കിൽ അനാഥർക്കെതിരെ ഞാൻ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ജോലി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അനാഥർക്കെതിരെ കൈ ഉയർത്തിയിട്ടില്ല. ആടുകളുടെ രോമം തണുപ്പ് അനുഭവിക്കുന്നവർ കൊടുത്തിരുന്നു. വസ്ത്രമില്ലാത്തവരെയും പുതുപ്പില്ലാത്തവർക്ക് അവനത് കൊടുത്തിരുന്നു പറഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണീര് കാണുവാനായിട്ട്, മറ്റുള്ളവരുടെ നൊമ്പരം കാണുവാനായിട്ട് പ്രിയപ്പെട്ടവരെ ഈ നോയമ്പിന്റെ അവസരങ്ങൾ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. വീണ്ടും വചനം പറയുന്നു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ നോയമ്പിന്റെ കാലയളവില് എന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും യേശുവിന്റെ മുന്നിൽ പുനഃക്രമീകരിക്കാനാണ് എനിക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ 50 നോയമ്പിന്റെ ദിവസങ്ങളില് നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തെ ഇവിടെ നമുക്ക് ദിവ്യകാരുണ്യ യേശുവിന് കൊടുത്തിട്ട് ഈ നിമിഷം മുതൽ പുതിയൊരു ജീവിതം വചനത്തിന്റെ വെളിച്ചത്തില് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാന്, രൂപപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയമായ ജീവിതത്തില് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളിലേക്ക്, കൃപയിലേക്ക് കടന്നു വരാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. അല്ലാതെ ഇവിടെ നമ്മൾ വന്നിരുന്ന് ഈ കൂടി വരവുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട്, നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനായിട്ട്, ഇന്നലകളിലെ എന്റെ ജീവിതത്തിൽ നിന്നും വഴിമാറി പുതിയൊരു ജീവിതം, എന്റെ ജീവിതം കാണുന്ന, എന്റെ സംസാരം കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകണം, ഇവൻ യേശുവിലാണ്, ഇവനൊരു യേശുസാക്ഷിയാണ്. എവിടെ പോകുന്നതെന്ന് ചോദിക്കുമ്പോ വളരെ വ്യക്തമായിട്ട് ദിവ്യകാരുണ്യ മരിയ ഭവനിലേക്ക് പറയുവാനായിട്ട് പ്രിയപ്പെട്ടവര് അതുപോലൊരു സാക്ഷ്യമാണ്. പലപ്പോഴും നമ്മള് രാത്രി ആരാധനയ്ക്ക് പോകുമ്പോൾ ആരെങ്കിലും ചോദിച്ചുകൊണ്ട് നമ്മൾ പറയും, ഇതാ ഇവിടെ വരെ.
അല്ലെങ്കിൽ ഇന്നളം വരെ നമ്മൾ പറയാറുള്ളൂ. കാരണം ഒരു ആരാധനയ്ക്ക് വേണ്ടി, ജാഗരണത്തിന് വേണ്ടി പോകുന്ന പറയാൻ പ്രിയപ്പെട്ടവര്, എനിക്ക് നിങ്ങൾക്കും മടിയാണ്. കാരണം ദൈവത്തിനെ സ്തുതിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുന്നത് സമ്പൽ സമൃദ്ധിയുടെ സാങ്കേതിക കുത്തൊഴുക്കിന്റെ ഈ കാലഘട്ടത്തില് എല്ലാവർക്കും പുച്ഛമുള്ള അല്ലെങ്കിൽ മടുപ്പുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആരാധനയ്ക്കായിട്ട് പോകുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഉറക്കെ പറയാനായിട്ട് സാധിക്കണം. ഒരു കുടം വെള്ളത്തിന് വേണ്ടി പല സമരിയാക്കാരി സ്ത്രീ യേശുവിനെ കണ്ടപ്പോൾ അവൾ ഒരു കുടം വെള്ളത്തിന്റെ കാര്യം മറന്നു. നിത്യജീവന്റെ പ്രതീകമായ അല്ലെങ്കിൽ നിത്യജീവൻ തന്നെയായ ദിവ്യജനമായ യേശുവിനെ കണ്ടപ്പോൾ അവൾ വന്ന കാര്യം അവൾ മറന്നു. അവൾ ആ കുടം വിട്ടിട്ട് ഒറ്റയോട്ടം കൊടുക്കുകയാണ് സമരിയായിലേക്ക്. അവൾ അവിടെ ചെന്ന് സമരിയോട് പറഞ്ഞു, യേശുവാണ് ദൈവത്തിന്റെ പുത്രൻ, അവനെ ഞാൻ കണ്ടു, അവന്റെ മഹതാവിൽ നിന്നും ദൈവത്തിന്റെ വചനങ്ങൾ ഞാൻ കേട്ടു. അവൾ വഴിയായിട്ട് അനേകം പേര് സാക്ഷികളായി മാറിയപ്പോ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്. സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു, നീ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല ഞങ്ങളിന്ന് യേശുവിനെ അറിയുക, യേശുവിനെ അടുത്തറിയുക, മറിച്ച് ഞങ്ങൾ യേശുവിനെ അനുഭവിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ ജാഗരണത്തില് ഈ രാത്രികളെ പ്രകാശമാനമാക്കിക്കൊണ്ട് ഉറക്കത്തിനോട് വിട പറഞ്ഞുകൊണ്ട് ഇവിടെ ആയിരിക്കുമ്പോ, ഇവിടെ നിന്ന് കടന്നു പോകുമ്പോ ദിവ്യകാരൻ യേശു എന്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം, മനസ്സിലുണ്ടാകണം. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന യേശുവിനെ എന്റെ ജീവിത പങ്കാളിക്ക്, എന്റെ മക്കൾക്ക്, എന്റെ മാതാപിതാക്കൾക്ക് എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഒരു വലിയ സ്വർഗീയമായ വിടുതലിലേക്ക്, സൗഖ്യത്തിലേക്ക്, രക്ഷയിലേക്ക്, കൃപയിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ കടന്നു വരും. അതുകൊണ്ട് ഈ 50 നോയമ്പിന്റെ കാലങ്ങളില് നമ്മുടെ മനുഷ്യരെ അധമവാസനകളെ, മൃഗീയമായ ചോദനകളെ ഒക്കെ നമുക്ക് വെറുത്തുപേക്ഷിക്കാം. മറിച്ച് എന്റെ ദൈവത്തിന് എന്റെ ശരീരവും എന്റെ മനസ്സും ഈ നിമിഷങ്ങൾ വിട്ടുകൊടുക്കാം. ഈ ആലയത്തിലായിരിക്കുന്ന നിമിഷങ്ങളില് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. പക്ഷേ നമ്മുടെ വീടിന്റെ ഭൗതിക സാഹചര്യം കടന്നു ചെല്ലുമ്പോ പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുക, ജപമാലയിലായിരിക്കുക. പിശാചിനെതിരെയുള്ള പരീക്ഷണത്തിന് ഒരു കൈ ജപമാലയും മറുകൈ വിശുദ്ധ ബൈബിളുമായിട്ട് പോരാടുമ്പോ സ്വർഗീയമായ വലിയ വിടുതലിലേക്ക്, സൗഖ്യത്തിലേക്ക്, കൃപയിലേക്ക് നമുക്ക് കടന്നു വരും. ഈ നിമിഷങ്ങൾ ധ്യാനിച്ച വിഷയങ്ങളോട് വളരെ പെട്ടെന്ന് നമ്മൾ കടന്നു പോവുകയാണ്. എപ്പോഴും ഇസ്രായേൽ ജനതയോടൊപ്പമായിരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ധ്യാനത്തിന്റെ 15 അനുഭവങ്ങളിൽ സ്മരിച്ചത്. എപ്പോഴും ആയിരിക്കുന്ന ദൈവം കാനാൻ നാടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നില്ല, മറിച്ച് മോശയെ ധൈര്യപ്പെടുത്തിക്കൊണ്ട്, മോശയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് എപ്പോഴും ഇസ്രായേൽ ജനതയോട് ഒപ്പമായിരുന്ന ഒരു ദൈവാനുഭവം പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും എപ്പോഴും ആയിരിക്കുന്ന ഒരു ദൈവം. രണ്ടാമതായിട്ട് മുഖത്തോടൊപ്പം സംസാരിക്കുന്ന ഒരു യേശു. പരസ്യജീവിയുടെ കാലത്ത് എല്ലാവരോടും നേരിട്ട് സംസാരിച്ച ഒരു യേശു ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിതാ ഈ വിശുദ്ധ ബൈബിളിലൂടെ എന്നോടും നിങ്ങളോടും നേരിട്ട് സംസാരിക്കുന്ന നമ്മുടെ ദൈവം. മൂന്നാമതായിട്ട് ഇസ്രായേൽ ജനതയെ തൊട്ടറിഞ്ഞ, അല്ലെങ്കിൽ യേശുവിന്റെ പരസ്യജീവിത കാലത്ത് അന്ധനെ തൊട്ട് മുടന്തനെ തൊട്ട് ആ യേശു ഇന്ന് ദിവ്യകാരന്റെ സ്വരൂപനായിട്ട് എന്റെ നാവിലറിഞ്ഞ് എന്റെ ഹൃദയത്തോട് ചേർന്ന് എന്നോടൊപ്പം കഴിയുന്നുണ്ടെങ്കിൽ ആ യേശു ഇന്ന് എന്നെയും സ്പർശിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും, സങ്കടങ്ങളിലും, നൊമ്പരങ്ങളിലും, ദുഃഖങ്ങളിലും ഒക്കെ അവൻ എന്റെ കൂടെയുണ്ട്. പക്ഷേ എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ചില സഹനങ്ങളുടെ അവസ്ഥകളില് നമ്മൾ ചിന്തിക്കും, എന്റെ ദൈവം പോലും എന്നെ കൈവിട്ടല്ലോ നമ്മൾ പറയുമ്പോ ദൈവം കൈവിട്ടത്. മറിച്ച് പ്രിയപ്പെട്ടവരെ, എന്റെ നിങ്ങളുടെ ജീവിതത്തില് രോഗം വരുമ്പോ, കടഭാരം വരുമ്പോ, ദുഃഖം വരുമ്പോ ദൈവം എന്റെ നിങ്ങളെ കൈവിട്ടതല്ല, മറിച്ച് കഴിഞ്ഞുപോയ സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ നാളുകളില് ഞാനും നിങ്ങളും ദൈവത്തെ കൈവിട്ടപ്പോ അവന്റെ ഇഷ്ടത്തിൽ നിന്ന് മാറിയപ്പോൾ അവന്റെ ഹൃദയം തേങ്ങി. കാരണം എനിക്കും നിനക്കും വേണ്ടിയിട്ടാണ് അവന് പാടുപെടുക്കപ്പെട്ടത്. അതുകൊണ്ട് പാപത്തിന്റെ വഴിയെ, ആസക്തിയുടെ വഴിയെ പോയപ്പോ അവന്റെ ഹൃദയം തേങ്ങിയപ്പോ ചില നൊമ്പരങ്ങളുടെ അവസ്ഥകള്, ചില ബുദ്ധിമുട്ടുകളുടെ അവസ്ഥകള്, ചില മുള്ളുകള് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നു. അതിൻ്റെതായിട്ടുള്ള ചില സങ്കടങ്ങള്, കടഭാരങ്ങള്, ദുഃഖങ്ങള് പ്രിയപ്പെട്ടവരെ എന്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഈ സഹനങ്ങൾ കൊണ്ടോ ഈ വൈഷമ്യങ്ങളോ നമ്മുടെ ജീവിതം തീരുന്നില്ല, മറിച്ച് മുള്ളുകളുടെ, പീഡനങ്ങളുടെ, അധിക്ഷേപങ്ങളുടെ കാൽവരി യാത്രയ്ക്ക് ശേഷം, ക്രൂശ് മരണത്തിന് ശേഷം 3-4 ദിവസം ഒരു ഉത്ഥാനം ഉണ്ടായിരുന്നു. എന്റെ നിങ്ങളുടെ ജീവിതത്തിലും ചില ദുഃഖവെളികളിലൂടെ ഞാനും നിങ്ങളും ഇന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉത്ഥാനത്തിന്റെ മഹത്വത്തിന്റെ ഒരു വലിയ സ്വർഗീയ കിരീടം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും അണിയിക്കുവാൻ അവൻ കടന്നു വരും. വീണ്ടും ഏലിയ പ്രവാചകന്റെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു ഏലിയ. ആകാശം അടയ്ക്കാനും തുറക്കാനും,
വരപ്രാർത്ഥനയിൽ മനുഷ്യൻ. മഴ പെയ്യണ്ട എന്ന് ഏലിയ പ്രാർത്ഥിച്ചപ്പോ 3 വർഷത്തോളം മഴ പെയ്തില്ല. വീണ്ടും അവർ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. അത്രമാത്രം ശക്തിയുള്ള ദൈവത്തിന് വേണ്ടി കാർമല മലയില് ദിനരാത്രങ്ങളോളം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന, മുട്ടിന്മേന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകൻ. എന്നാൽ ആ പ്രവാചകന് പോലും ഒരു സ്വകാര്യ ദുഃഖമുണ്ടായി. എന്താണ്? ഇത്രമാത്രം എന്റെ ജീവിതം, എന്റെ ഹൃദയം യഹോവയായ ദൈവത്തിന് വേണ്ടി ഞാൻ കൊടുത്തിട്ടും മറ്റു പ്രവാചകന്മാരോടൊപ്പം മാത്രമാണല്ലോ എന്നെയും പരിഗണിക്കുന്ന ഒരു സ്വകാര്യ ദുഃഖം. പ്രിയപ്പെട്ടവരെ, ആ ദുഃഖം യഹോവയായ ദൈവം മനസ്സിലാക്കി. ഒരു രാജാവും അവന്റെ സൈന്യവും മൊത്തം പരതി നടന്നിട്ടും ഏലിയ പ്രവാചകനെ വധിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. മറിച്ച് ഏലിയ പ്രവാചകൻ മരിച്ചില്ല. മറിച്ച് ദൈവം സ്വർഗത്തിൽ നിന്നും ആഗ്നേയ രഥങ്ങളും ആഗ്നേയ അസ്ത്രങ്ങളും അയച്ച് ജീവനോടുകൂടി ഏലിയ പ്രവാചകനെ സ്വർഗത്തിലേക്ക് എടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകന്റെ ദുഃഖം ദൈവം മനസ്സിലാക്കി. കാണാം, ദൈവത്തിന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, കഷ്ടപ്പെടുന്ന ഒരു മകനെയും ഒരു മകളെയും ദൈവം കാണാതെ പോകുന്നില്ല. ഒരു മകന്റെയും ഒരു മകനെയും കണ്ണീരൊപ്പാതെ പോകുന്നില്ല. ഏലിയ പ്രവാചകൻ മരിച്ചിട്ടില്ല, ഏലിയയുടെ ദൈവവും മരിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെയാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ ആരാധിക്കുക, മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക. അതുകൊണ്ട് ആ ഏലിയയുടെ ദൈവത്തെ, അബ്രഹാമിന്റെ ദൈവത്തെ, ഇസ്ഹാക്കിന്റെ ദൈവത്തെ, യാക്കോബിന്റെ ദൈവത്തെ സ്തുതിച്ച് നമുക്ക് എഴുന്നേറ്റ് വന്ന് വീണ്ടും ഒരു ഗാനത്തിന്റെ ഈരടികളോട് നമുക്ക് മഹത്വപ്പെടുത്താം. അങ്ങനെ സ്വർഗീയമായ ഒരു വലിയ വിടുതലിന്റെ, അനുഗ്രഹത്തിന്റെ, അഭിഷേകത്തിന്റെ രാത്രിയായിട്ട് ഈ രാത്രി മാറുമ്പോ നിങ്ങളുടെയൊക്കെ ജീവിതത്തില് യേശു ഈ നിമിഷങ്ങളിൽ ഇടപെടും. അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ എടുക്കാം, ശരീരത്തെ എടുക്കാം. ഇവിടെ വിശുദ്ധ കുമ്പസാര ശുശ്രൂഷ നടക്കുന്നുണ്ട്. പാപത്തിന്റെ ഏതെങ്കിലും കടകള്, ഒരു ചെറിയ രീതിയിലുള്ള പാപങ്ങളും മനസ്സിലോ ശരീരത്തിലോ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അഭിഷേകത്തിന്റെ പകലേക്ക് ഓടി അണയുക. വെങ്ങിപ്പൊട്ടുന്ന ഹൃദയമായിട്ട് അവിടെ നിൽക്കുക. പാപങ്ങളെ മൊത്തം ഏറ്റു പറഞ്ഞുകൊണ്ട് അഭിഷേകത്തിന്റെ മുകളിലും ദിവ്യഗണേശയുടെ വാക്ക് കൊടുക്കുക. കഴിഞ്ഞു പോയ കാലങ്ങളെല്ലാം ഞാൻ മറക്കുന്ന കർത്താവേ, ഈ നിമിഷം മുതൽ എന്റെ ജീവിതത്തെ ഞാൻ നവീകരിക്കുന്നു. ഈ ലോകം മൊത്തം എനിക്കെതിരെ നിന്നാലും, എല്ലാവരും എനിക്കെതിരെ നിന്നാലും എന്റെ യേശുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും. കാരണം ഒരു കാര്യം മാത്രം ഓർക്കുക, ഈ ലോകം മൊത്തം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഈശോ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഇഹലോകത്തിലോ പരലോകത്തിലോ ഒരു വിലയില്ല. മറിച്ച് ഈ ലോകം മൊത്തം എന്നെ വെറുത്താലും എന്റെ ഈശോ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം അവൻ കർമാനുഗതമായിട്ട് എനിക്ക് തരപ്പെടുത്തി തരും. കാരണം എന്റെ ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെ എന്റെ ഈശോയോളം അടുത്തറിയുന്നതിനായിട്ട് എന്റെ ജീവിത പങ്കാളിക്കോ, എന്റെ മക്കൾക്കോ, എന്റെ മാനവരകൾക്കോ പോലും സാധിക്കാത്തതും എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്റെ നൊമ്പരങ്ങൾ അറിയുന്ന, എന്നെ വാരിപ്പടരുന്ന ആ ഒരു ദൈവത്തിന്റെ കരങ്ങളിലാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി ഈ ആലയത്തിലായിരിക്കുക. ഏതോ ഒരു ദൈവത്തിന്റെ മുമ്പിലല്ല, എങ്ങോ ജനിച്ച് എങ്ങോ മരിച്ച ഒരു ദൈവത്തിന്റെ സന്നിധിയിലല്ല, എന്നും ജീവിക്കുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന, സാക്ഷ്യത സൃഷ്ടിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ മുന്നിൽ ആണെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടി ആ ദൈവം ഈ രാത്രിയിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഇടപെടും. ആ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഈ ആരാധനയിലായിരിക്കുക. ദിവ്യകാരുണ്യ ഈശോയുടെ അനുഗ്രഹവും പരിസഭയുടെ മാനസവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.